മുണ്ടക്കൈ ദുരന്തത്തിൽ വീടും ഓട്ടോറിക്ഷയും നഷ്ടമായ ഷബീറിനെ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ്. എറണാകുളത്തെ 4 കോളേജ് വിദ്യാർത്ഥികളാണ് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. ഷബീറിൻ്റെ ജീവിതം 24 സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ സഹായവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. 24 ഇമ്പാക്ട്. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപ്പയെയും ഉമ്മയെയും ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും സംരക്ഷിച്ചിരുന്നത് ഷബീറാണ്. എന്നാൽ മുണ്ടക്കൈ ദുരന്തം ഇവരുടെ ജീവിതം കീഴ്മേൽ മറച്ചു. ഉപജീവനമായിരുന്ന ഓട്ടോ തകർന്ന് തരിപ്പണമായി. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതിനിടയിലാണ് ഷബീറിന്റെ ജീവിതം 24 വാർത്തയാക്കുന്നത്. ഇതിനു പിന്നാലെയാണ് എറണാകുളത്തെ 4 സുഹൃത്തുക്കൾ ഷബീറിന് സഹായഹസ്തവുമായി 24-നെ സമീപിച്ചത്. ഫ്രണ്ട്സ് എല്ലാരും കൂടെ 4 പേര് ചേർന്ന് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് കളക്ട് ചെയ്തത്. അപ്പൊ ഇന്ന് 24-ല് ചേട്ടന്റെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും അത് ചേട്ടന് വേണ്ടി തരണോന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുവാണ്. ലോൺ എടുത്താണ് ഓട്ടോ വാങ്ങിയത്. 29,000 രൂപ ഇനിയും തിരിച്ചടവുണ്ട്. കഴുത്തിലെ മുഴ കാരണം ഭാരിച്ച ജോലി ചെയ്യാൻ സാധിക്കില്ല. മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കണമെങ്കിൽ അതിനും വേണം വലിയൊരു തുക. വേദനകൾക്കിടയിലും വിദ്യാർത്ഥികളുടെ ഈ മനസ്സിന് നന്ദിയെന്ന് ഷബീർ. 24 ചാനലിൽ നിങ്ങൾ ഇതിന് മുന്നിൽ ന്യൂസ് ഇട്ടുണ്ടായല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ന്യൂസ് കണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ സ്കൂളിന് സമീപത്താണ് ഷബീറും കുടുംബവും താമസിച്ചിരുന്നത്. ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. പ്രായമായ രക്ഷിതാക്കളുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഷബീർ. ജീവിതത്തിൽ ഇനിയുമേറെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുണ്ട് ഷബീറിനും കുടുംബത്തിനും. സുമനസ്സുകളുടെ കൂടുതൽ സഹായം ഈ കുടുംബത്തിന് ആവശ്യമാണ്. ഷബീറിന്റെ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും വെളിച്ചം വീശാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഷബീറിനും കുടുംബത്തിനും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.